ആയുർവേദത്തിന്റെ കരുതൽ സ്പർശം പിറവം നഗരസഭയുടെ വയോമിത്രം പദ്ധതിയുടെയും പാലച്ചുവട് ആയുർവേദ ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നഗരസഭാ ചെയർമാൻ കെ.ആർ. പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ 100ഓളം പേർക്ക് സൗജന്യ ചികിത്സാ സേവനം ക്യാമ്പിൽ ലഭ്യമാക്കി. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. പിറവം നഗരസഭയുടെ വയോമിത്രം പദ്ധതിയുടെയും പാലച്ചുവട് ആയുർവേദ ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ കക്കാട് സെൻട്രൽ കുരിശുപള്ളിയിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ കെ.ആർ. പ്രദീപ് കുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സ്വന്തമായിട്ട് ചികിത്സ, അതുപോലെ തന്നെ അവരുടെ മാനസിക ഉല്ലാസം എന്നുള്ള കാര്യങ്ങളിലൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ അവരുടെ കൂടി ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് വയോമിത്രം എന്നുള്ള ഒരു സ്കീമിന് തന്നെ രൂപം കൊടുത്തത്. ഇപ്പോൾ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും പ്രായമായവരുടെ മാനസിക ഉല്ലാസത്തിനും അവരുടെ ആരോഗ്യത്തിനും വേണ്ടി നിരവധിയായിട്ടുള്ള ഷെൽട്ടർ ഹോമുകൾ, അതായത് പകൽ വീട് എന്ന പോലെയുള്ള പല പരിപാടികളും നടത്തുന്നുണ്ട്. ഡിവിഷൻ കൗൺസിലർ ജോൺ വാക്കനാൽ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ഷിബു തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. ഈ ക്യാമ്പിൽ വരുന്നവർക്കും അവിടെ ചെന്നാൽ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആരോഗ്യ പരിപാലന ആയുർവേദ ഹോസ്പിറ്റലിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നതാണ്. ഇവരെല്ലാം പല കേന്ദ്രങ്ങളിലായി ഇങ്ങനെ വയോമിത്രം ക്യാമ്പ് നടത്തി എല്ലാവർക്കും ആശ്വാസമായ രീതിയിൽ ഈ ഇത് നടത്തുവാൻ താല്പര്യം ഉണ്ടാകട്ടെ. അതുപോലെ എല്ലാവർക്കും ഈ മഴക്കാലത്ത് ആരോഗ്യപരമായ കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ നടത്തുവാൻ വേണ്ടി നിങ്ങൾ ക്യാമ്പുകൾ സഹായകരമാകും. കൗൺസിലർമാരായ ജോൺ കെ വർഗീസ്, സോഫിയ ഷാജു, കുര്യാക്കോസ് MC, വയോമിത്രം കോർഡിനേറ്റർ LB പൗലോസ്, സ്റ്റാഫ് നഴ്സ് ജിഷ പൗലോസ് തുടങ്ങിയവർ സംസാരിച്ചു. 17 വയോമിത്രം പദ്ധതി ആരംഭിച്ച നാളിന്ന് വരെ ഒരുപാട് പ്രവർത്തനങ്ങൾ വയോമിത്രം പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടത്തി വരുന്നു. നമുക്ക് ഒരു മെഡിക്കൽ ടീമുണ്ട്. അതിന്റെ സേവനം ലഭിക്കുന്നതോടൊപ്പം തന്നെ വയോജനങ്ങളുടെ മാനസിക ഉല്ലാസം കൂടി വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളും ഇതിനോടൊപ്പം നമ്മൾ നടത്തി വരുന്നുണ്ടല്ലോ. ആയുർവേദ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മഞ്ജു GN ക്യാമ്പിന്റെ ലക്ഷ്യങ്ങളും സേവനങ്ങളും വിശദീകരിച്ചു. അടുത്തിടയ്ക്കാണ് ഈ വയോമിത്രം ഇങ്ങനെ നമ്മുടെ നഗരസഭയിൽ വിവിധ വാർഡുകളിൽ ക്യാമ്പുകൾ നടത്തുന്നുണ്ട് എന്ന വിവരം അറിയാൻ പറ്റിയത്. അത് നമ്മുടെ ഹോസ്പിറ്റലിൽ ജെറിയാട്രിക് കെയർ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് വൃദ്ധജനങ്ങളുടെ ആരോഗ്യ പരിപാലനത്തിനായി OPയും IPയും ഒരു 10 ബെഡ് അടങ്ങിയ ഒരു വാർഡും നമ്മുടെ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇന്നൊരു ക്യാമ്പ് നടത്തിയതുകൊണ്ട് എല്ലാവരുടെയും ആരോഗ്യ പ്രശ്നങ്ങളൊന്നും മാറിയില്ല. തുടർന്നുള്ള ക്യാമ്പുകളിൽ നമ്മളെ അറിയിച്ചാൽ കുറച്ചുകൂടെ വിപുലമായ രീതിയിൽ പ്രമേഹ രോഗനിർണയം, അതേപോലെ BP രോഗനിർണയം, അതിനുള്ള ചികിത്സകൾ തുടങ്ങിയ സൗകര്യങ്ങളോടുകൂടി കൂടുതൽ വിപുലമായ രീതിയിൽ ക്യാമ്പ് നടത്താൻ നമുക്ക് സാധിക്കുന്നതാണ്. വയോമിത്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സഞ്ജയ് പ്രകാശ് ആരോഗ്യ പരിപാലനവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും സന്ദേശങ്ങളും പങ്കുവച്ചു. ഡോക്ടർ മീരാമണി, ഡോക്ടർ രേവതി പ്രസാദ്, ഡോക്ടർ ലക്ഷ്മി പത്മനാഭൻ എന്നിവർ ക്യാമ്പിൽ ചികിത്സാ സേവനങ്ങൾ നൽകി. ജീന പോൾ, ജെയ്സൺ കക്കാട് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ക്യാമ്പിൽ കക്കാട് സെൻട്രൽ കുരിശുപള്ളി പ്രദേശത്തെ 100ഓളം വയോജനങ്ങൾ പങ്കെടുത്തു. പങ്കെടുത്തവർക്ക് വിദഗ്ധ ഡോക്ടർമാരുടെ ആരോഗ്യ പരിശോധന, ചികിത്സാ നിർദ്ദേശങ്ങൾ, ആവശ്യമായ മരുന്നുകൾ എന്നിവ സൗജന്യമായി ലഭ്യമാക്കി. ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം. ഇനി ജയിക്കാൻ 3 ബോളിൽ 18 റണ്ണാണ് വേണ്ടത്. 3 balls 18 runs. ചേട്ടാ കണക്ട് ആവണേ. ന്യൂ മാൻ ബേസിൽ ഓൺ സ്ട്രൈക്ക്. ബേസിലിന് കണക്ട് ആവോ ഇല്ലയോ എന്ന് നോക്കാം. Oh, that's a 6. അതൊരു കിടിലൻ ഷോട്ട്. ഉഗ്രൻ കണക്ഷൻ. That's another 6. Last ball 6 runs. Is that a 6? Yes, it's a 6. Yeah. കേരള വിഷൻ കണക്ട് ആൻഡ് വിൻ. നേടൂ EV സ്കൂട്ടറുകൾ, സ്മാർട്ട് TVകൾ, ബമ്പർ സമ്മാനമായി EV കാർ തുടങ്ങി 2 കോടിയുടെ സമ്മാനങ്ങൾ. കണക്ട് ചെയ്താൽ ജയമുറപ്പ്.